വാലി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ താഴ്വര. എവിടെ, എപ്പോൾ, എങ്ങനെ? ഹിമാലയത്തിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നതാണ്. മഴ കഴിഞ്ഞുള്ള സമയമാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കും. എന്നാൽ മഴയത്ത് തന്നെ പോകുന്നതിൻ്റെ രസം ഒന്ന് വേറെയാണല്ലോ. മഴയിൽ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം കാണുന്നത് ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ അതിന് അതുപോലെ തന്നെ അപകടകരമായ ഒരു സ്വഭാവവുമുണ്ട്. വളരെ ലോലമായ മടക്ക് പർവ്വത നിരകളായതിനാൽ എവിടെ എപ്പോൾ വേണമെങ്കിലും ഉരുൾപൊട്ടലുണ്ടാകാം, മണ്ണിടിച്ചിലുണ്ടാകാം, റോഡുകൾ തകരാം. അങ്ങനെ ആവുമ്പോൾ മഴക്കാലത്തെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ മഴയിൽ തന്നെ ഹിമാലയത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് തന്നെ പോവുകയും ചെയ്യണം. ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ജൂലൈ അവസാനം മുതൽ സെപ്റ്റംബർ അവസാനം വരെയുള്ള സമയമാണ് ഈ പൂക്കളുടെ താഴ്വരയുടെ സീസൺ. അത് കഴിഞ്ഞാൽ മഞ്ഞ് കനക്കും. ഞാൻ 2 മാസം മുമ്പ് തന്നെ ഡെറാഡൂണിലേക്ക് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. തിരുവനന്തപുരത്തു നിന്ന് ബാംഗ്ലൂരും ബാംഗ്ലൂരിൽ നിന്ന് ഡെറാഡൂണിലേക്കുമുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ഉൾപ്പെടെയാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ബാംഗ്ലൂർ ഡെറാഡൂൺ ഇൻഡിഗോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതായി യാത്രയ്ക്ക് ഒരാഴ്ച മുമ്പ് അറിയിപ്പ് കിട്ടി. വീണ്ടും ബുക്ക് ചെയ്തപ്പോൾ ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഡെറാഡൂണിലേക്കുമുള്ള ഫ്ലൈറ്റാണ് കിട്ടിയത്. യാത്രയുടെ തലേന്നായപ്പോൾ വീണ്ടും ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തതായി ഇൻഡിഗോ അറിയിച്ചു. എന്നാൽ അതിനവർക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. കാരണം അന്നേ ദിവസം ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് അവരുടെ മറ്റൊരു ഫ്ലൈറ്റും പോകുന്നില്ല. പിന്നെ വളരെ പ്രയാസപ്പെട്ട് അലയൻസ് എയർലൈൻസിൻ്റെ ഒരു ചെറിയ വിമാനത്തിൽ സീറ്റ് കിട്ടി. പ്രൊപ്പല്ലർ ഫാനൊക്കെയുള്ള പഴയ മോഡൽ വിമാനം. ഇത്രയൊക്കെ ടെൻഷനാവേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഡൽഹി വരെ എത്തിയാൽ ഡെറാഡൂൺ എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ കാശ്മീരി ഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹരിദ്വാറിലേക്കും മറ്റും ധാരാളം ബസ്സുണ്ട്. അതുതന്നെ 240 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നല്ല റോഡും നല്ല ബസ്സുകളുമാണ്. കൂടാതെ ഹരിദ്വാറിലേക്ക് ധാരാളം ട്രെയിനുകളുമുണ്ട്. എന്തായാലും ചെറു വിമാനത്തിൽ സഞ്ചരിച്ചത് ഒരു പ്രത്യേക രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വിമാനത്തിൽ സഞ്ചരിക്കുന്നത്. താഴെ ഹിമാലയ മലനിരകളും വനനിരകളും പുഴകളും കൃഷിതടങ്ങളും ഒക്കെയായി മനോഹരമായ കാഴ്ചയായിരുന്നു. അവിടെ എത്തിയപ്പോൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയ ശേഷം അസ്തമിക്കാമെന്ന നിലപാടായിരുന്നു സൂര്യന്. ഈ സമയങ്ങളിൽ സൂര്യൻ നേരത്തെ അവിടെ ഉണരുകയും വൈകി മാത്രം അസ്തമിക്കുകയും ചെയ്യും. ഡെറാഡൂൺ പരേഡ് ഗ്രൗണ്ട് എന്ന സ്ഥലത്തു നിന്നാണ് രാവിലെ ജോഷിമഠിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് ജോളി ഗ്രാൻഡ് എയർപോർട്ടിൽ നിന്ന് 27 കിലോമീറ്റർ ദൂരമുണ്ട്. പരേഡ് ഗ്രൗണ്ടിനടുത്ത് ക്ലോക്ക് ടവറിന് സമീപത്തായിട്ടാണ് ഹോട്ടൽ. മുൻകൂർ ബുക്ക് ചെയ്തതാണെങ്കിലും ഡെറാഡൂണിൽ നിന്ന് ജോഷിമഠിലേക്കുള്ള യാത്രയ്ക്ക് നല്ല ബസ്സൊന്നും കിട്ടിയില്ല. ചെറിയ ബസ്സുകളാണ് ആ റൂട്ടിൽ ഓടുന്നത്. ഹിമാലയത്തിൻ്റെ മലയിടുക്കുകളിലെ ഇടുങ്ങിയ വഴികളായതുകൊണ്ടാണ് വലിയ ബസ്സുകൾക്ക് അനുമതിയില്ലാത്തത്. തെറിച്ചുള്ള അതിലെ യാത്ര ഭീകരമാണ്. ഡെറാഡൂണിൽ നിന്ന് ജോഷിമഠിലേക്ക് 284 കിലോമീറ്റർ ദൂരമുണ്ട്. അതുവരെ ബസ് പോവുകയുള്ളൂ. ഹൈറേഞ്ച് ആയതുകൊണ്ടും ഹിമാലയത്തിൻ്റെ വഴികളായതുകൊണ്ടും 12 മണിക്കൂറിലധികം സമയമെടുത്താണ് ജോഷിമഠിൽ എത്തിയത്. രാവിലെ ഒരു ചായ മാത്രം കുടിച്ചുകൊണ്ട് 6 മണിക്ക് തന്നെ ബസ്സിൽ കയറി. എന്നാൽ 11 മണിയോടെയാണ് അവർ നാസ്ത, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയത്. അത് പക്ഷേ ലഞ്ച് കൂടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ അവർക്ക് ഉച്ചഭക്ഷണം പതിവില്ല. താമസിച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ വൈകുന്നേരമുള്ള ഭക്ഷണവും മാത്രമേ ഉള്ളൂ. ശരിക്കും 2 നേരം മതി. അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. പക്ഷെ നമ്മുടെ രീതി അങ്ങനെയല്ലല്ലോ. ഡ്രൈവറുടെ ക്യാബിനിൽ പോലും ഒരു വണ്ടിയിൽ കൊള്ളാനുള്ള ആളുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഒരു സംഗതി, വഴിയിലുടനീളം ബസ് നിർത്തി ആളെ കയറ്റുന്ന പ്രധാന ഇടങ്ങളിലെല്ലാം മൂത്രപ്പുരകളും കുടിവെള്ള സംവിധാനവും സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉപയോഗിക്കുന്നവർ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പോരായ്മ ഉണ്ടെങ്കിലും ആവശ്യക്കാരന് അത് വലിയ സഹായമായിരുന്നു. എന്നാൽ ഓരോ സ്റ്റോപ്പിനും ഇടയ്ക്ക് കിലോമീറ്ററുകളോളം ദൂരമുണ്ട് എന്നത് മറ്റൊരു കാര്യം. എന്തായാലും കഷ്ടപ്പെട്ട യാത്രയാണെങ്കിലും ആ യാത്ര ഞാൻ ആസ്വദിച്ചു. കാരണം ഹിമാലയത്തിൻ്റെ മലനിരകൾക്കിടയിലൂടെ ഒരു വശം ചെങ്കുത്തായ കിടങ്ങുകളോ ആഴത്തിലൊഴുകുന്ന പുഴകളോ ഒക്കെയുള്ള പാറകൾ പൊട്ടിച്ചുണ്ടാക്കിയ വഴിയിലൂടെയുള്ള സാഹസികത നിറഞ്ഞ യാത്രയായിരുന്നു അത്. ഇടയ്ക്കിടെ പലയിടത്തും മല ഇടിഞ്ഞു വീണ് റോഡ് ബ്ലോക്കായിരിക്കും.
പിന്നെ അവിടെ മണ്ണ് മാന്തിയൊക്കെ കൊണ്ടുവന്ന് മണ്ണ് പാറകളൊക്കെ മാറ്റിയ ശേഷം യാത്ര തുടരുന്ന അനിശ്ചിത്വം നിറഞ്ഞ അവസ്ഥയായിരുന്നു. ദേവപ്രയാഗ് വരെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഗംഗയുടെ തീരത്തു കൂടെയും പിന്നെ ആർത്തലച്ച് വരുന്ന അളകനന്ദയുടെ കരയിലുമാണ് പാത വളഞ്ഞു പോകുന്നത്. ഇടയ്ക്കിടെ വരണ്ട പുഴ പോലെ ചില വിശാലമായ ഭാഗങ്ങൾ കാണാം. വേനൽക്കാലത്ത് നമ്മുടെ ഭാരതപ്പുഴ കാണും പോലെ. അത് മഴയുള്ള സമയത്ത് മാത്രം ജലം ഒഴുകുന്ന വഴികളാണ്. അളകനന്ദയുടെ മനോഹര ദൃശ്യങ്ങൾ ബസ്സിൽ പോകുമ്പോൾ നിരന്തരമായി കാണാം. അവളുടെ വളഞ്ഞു പുളഞ്ഞുള്ള ഒഴുക്ക് ഒരു ലാസ്യ നടനം പോലെ മതിപ്പിക്കുന്നതാണ്. മഴക്കാലമായതിനാൽ കലങ്ങി മറിഞ്ഞാണ് അവൾ ഒഴുകുന്നത്. ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥിയും അളകനന്ദയും ഒരുമിച്ച് ചേർന്ന് പിന്നെ അങ്ങോട്ട് ഗംഗയായി ഒഴുകും. അതിനു മുമ്പ് ധൗളി ഗംഗ, മന്ദാകിനി, പിണ്ടാർ, സരസ്വതി, ലക്ഷ്മൺ ഗംഗ തുടങ്ങി നിരവധി പോഷകനദികൾ ചേർന്നാണ് ഗംഗയായി മാറുന്നത്. ഒടുവിൽ അലഹബാദിലെത്തുമ്പോൾ യമുനയും ഗംഗയോടൊപ്പം ചേരും. ബസ്സിൽ ഞങ്ങളോടൊപ്പം സഹയാത്രികനായി ഒരു നായയും ഉണ്ടായിരുന്നു. ജോഷിമഠിൽ നിന്ന് അന്ന് രാത്രി തങ്ങേണ്ട ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ള ഗോവിന്ദഘട്ട് എന്ന സ്ഥലത്തെത്താൻ വീണ്ടും 16 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് ഷെയർ ടാക്സി ലഭിക്കും. അവിടെ ഷെയർ ടാക്സി, ബുക്കിംഗ് ടാക്സി എന്നിങ്ങനെ രണ്ടായിട്ടാണ് ടാക്സികൾ അറിയപ്പെടുന്നത്. തുല്യ ഷെയർ ഇട്ട് 10ഓളം പേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഷെയർ ടാക്സി. അതേ കാർ നമുക്ക് മാത്രമായി പോകണമെങ്കിൽ അത് ബുക്കിംഗ് ടാക്സി. അവിടെ ഗോവിന്ദഘട്ടാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ഹേംകുണ്ട് സാഹിബിലേക്കും പോകുന്നതിനുള്ള പ്രവേശന കവാടം എന്ന് പറയാവുന്നത്. ഗോവിന്ദഘട്ടിൽ നിന്ന് ഹേംകുണ്ട് സാഹിബിലേക്ക് 20 കിലോമീറ്ററും വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് 18 കിലോമീറ്റർ നടക്കാനുണ്ട്. അതായത് 5500 അടി ഉയരത്തിലുള്ള ഗോവിന്ദഘട്ട് വരെ വണ്ടി കിട്ടും. ആ റോഡ് തുടർന്ന് പോകുന്നത് ബദരിനാഥിലേക്കാണ്. അവിടെ നിന്ന് വലത്ത് തിരിഞ്ഞ് 10200 അടി മുകളിലുള്ള ഗാംഗ്രിയ വരെ 14 കിലോമീറ്റർ നടന്നു കയറണം. അത് കഴിഞ്ഞ് 14000 അടി ഉയരത്തിൽ പ്രകൃതി ഒരുക്കിയ സ്വർഗം കാണാൻ 4 കിലോമീറ്റർ വീണ്ടും നടന്ന് കയറണം. ഹേംകുണ്ട് സാഹിബ് സിഖുകാരുടെ ശബരിമല എന്ന് പറയാവുന്ന ഒരു വിശുദ്ധ ആരാധനാലയമാണ്. അവിടെ 100 കണക്കിന് ആളുകൾ കഷ്ടപ്പെട്ട് മല കയറി ദർശനം നടത്തുന്നു. ഈ 2 സ്ഥലങ്ങൾക്കും ഇടയിലുള്ള ഒരു ഇടത്താവളമാണ് ഗോവിന്ദധാം എന്ന് വിളിക്കുന്ന ഗാംഗ്രിയ. ഗംഗാറിയ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുക. അവർ ഗാംഗ്രിയ എന്ന് വായിക്കും. ഗാംഗ്രിയ വരെ പോകണമെങ്കിൽ ഹെലികോപ്റ്റർ കിട്ടും. അല്ലെങ്കിൽ അവർ ഘോഡ എന്ന് വിളിക്കുന്ന കോവർ കഴുതകളെ കിട്ടും. അതുമല്ലെങ്കിൽ പിന്നെ നടക്കുക മാത്രമേ മാർഗമുള്ളൂ. അതാണ് പക്ഷേ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. നല്ല കയറ്റമുള്ള വഴിയാണ്. കല്ല് പാകിയിട്ടുണ്ട്. ഗാംഗ്രിയയിൽ നിന്ന് വീണ്ടും 4-5 കിലോമീറ്റർ മല കയറിയാലേ വാലി ഓഫ് ഫ്ലവേഴ്സിൽ എത്തുകയുള്ളൂ. അതിന് പക്ഷേ ഹെലികോപ്റ്റർ ഇല്ല. എന്തിന് കുതിര പോലുമില്ല. അവിടെ വിശാലമായ പ്രകൃതിയുടെ പൂന്തോട്ടത്തിൽ വേറെ കുറേ ദൂരം നടന്നു കാണാനുമുണ്ട്. പിന്നെ തിരിച്ചിറങ്ങണം. മുഴുവനും നടക്കാനാണ് പ്ലാനെങ്കിൽ ആകെ 40 കിലോമീറ്ററിലധികം നടക്കേണ്ടി വരും. അതൊക്കെ ആലോചിച്ചപ്പോൾ ഗാംഗ്രിയ വരെയുള്ള ഒരു വശത്തേക്ക് 14 കിലോമീറ്റർ യാത്ര ഹെലികോപ്റ്ററിലാക്കാമെന്ന് തീരുമാനിച്ചു. ഗാംഗ്രിയയിൽ നിന്ന് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും പിന്നെ ഗാംഗ്രിയയിൽ നിന്ന് ഗോവിന്ദഘട്ട് വരെയുള്ള മടക്കയാത്രയും കാൽനടയാക്കാമെന്നും തീരുമാനിച്ചു. ആകാശദൂരം 4-5 കിലോമീറ്ററേ വരുള്ളൂ. അത് ഏതാനും മിനിറ്റ് കൊണ്ട് ഹെലികോപ്റ്റർ പറന്നെത്തും. ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു ഹെലിപ്പാഡ്. ഹെലികോപ്റ്റർ മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെങ്കിലും പലപ്പോഴും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ആ യാത്ര നടക്കണമെന്നില്ല. മഴക്കാലത്ത് മിക്ക ദിവസങ്ങളിലും കാലാവസ്ഥ പ്രതികൂലമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനായി അവിടെ എത്തിയ ശേഷം ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോവിന്ദഘട്ടിൻ്റെ താഴ്വാരത്തിലൊരു ഗുരുദ്വാരയുണ്ട്. അവിടെയാണ് അളകനന്ദയും ലക്ഷ്മൺ ഗംഗയും ഒരുമിച്ച് ചേരുന്നത്. ഹേംകുണ്ട് സാഹിബിൽ പോകുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണവും വിശ്രമ സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോകണം എന്നുള്ളവർക്കും ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും ഹേംകുണ്ട് സാഹിബിലേക്കും വഴി 2ആയി പിരിയുന്നത് ഗാംഗ്രിയയിൽ വെച്ചാണ്. അവിടെയും സിഖ് ഭക്തന്മാർക്ക് വിശ്രമിക്കാൻ ഇടത്താവളമുണ്ട്. ഹേംകുണ്ട് സാഹിബിലേക്ക് വേണമെങ്കിൽ മുഴുവൻ ദൂരവും കുതിരപ്പുറത്ത് പോകാൻ കഴിയും. ഹിമാലയ മുടികൾക്കിടയിലൂടെയുള്ള ഹെലികോപ്റ്റർ യാത്ര അവിസ്മരണീയമായ ദൃശ്യാനുഭവമാണ്. നടന്നാണ് കയറുന്നതെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന മനോഹര ദൃശ്യങ്ങളാണ് ഹിമാലയം അവിടെ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. നിരവധി വെള്ളച്ചാട്ടങ്ങളും തലച്ചൊഴുകുന്ന പുഴയും അവയ്ക്ക് കുറേയുള്ള തൂക്കുപാലങ്ങളും വശങ്ങളിലെ ചെങ്കുത്തായ പർവ്വതനിരകളും
വൈവിധ്യമാർന്ന സസ്യലതാദികളും പൂക്കളുമൊക്കെ ചേർന്ന അസുലഭ ദൃശ്യങ്ങൾ അവിടെ നമുക്ക് ആസ്വദിച്ച് നടക്കാം. ഗാംഗ്രിയയിലെത്തിയാൽ അവിടെ വിശ്രമിക്കാൻ ധാരാളം സൗകര്യങ്ങളുണ്ട്. ടെൻറ്റുകൾ, ചെറു ഹോട്ടലുകൾ, ഹോം സ്റ്റേകളൊക്കെയുണ്ട്. ഒരു രാത്രി ആവശ്യത്തിന് വിശ്രമം എടുത്ത ശേഷം കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട ശേഷം അടുത്ത പ്രഭാതത്തിൽ തുടർന്ന് നടക്കുന്നതാണ് നല്ലത്. ഗോവിന്ദഘട്ടിൽ ഒരു ദിവസം താമസിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തങ്ങുന്നതിന് ഗാംഗ്രിയയിൽ ഹോട്ടൽ ഹിമാലയൻ ഹോളിഡേയ്സിൽ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ കനത്ത മഴയും മലയിടിച്ചിലും കാരണം എനിക്ക് ആ ദിവസം ഗാംഗ്രിയിൽ എത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഹോട്ടൽ ഉടമയെ ഫോണിൽ വിളിച്ച് വിഷമം പറഞ്ഞു. അദ്ദേഹം അടുത്ത ദിവസം വന്നാൽ മതി, താമസ സൗകര്യം തരാമെന്ന് ഉറപ്പ് നൽകി. അത് അദ്ദേഹം പാലിക്കുകയും ചെയ്തു. ഗോവിന്ദഘട്ടിൽ നിന്ന് ഗാംഗ്രിയിലേക്കും തുടർന്ന് ഹേംകുണ്ട് സാഹിബിലേക്കുമുള്ള വഴി മുഴുവനും കുതിരച്ചാണകം മണ്ണിൽ കലർന്ന വഴികളാണ്. അതിൻ്റെ ഗന്ധം വഴിയിൽ മുഴുവനും സഹിക്കേണ്ടി വരും. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള വഴി പിരിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല. അവിടേക്ക് കുതിര സവാരിയില്ല. വഴിയിലുടനീളം നീളൻ ചൂലുമായി ചാണകവും മറ്റും അടിച്ചു വൃത്തിയാക്കുന്ന ആൾക്കാരെ കാണാം. അത് കാരണം വഴി കാഴ്ചയിൽ വൃത്തിയായി തന്നെ കിടക്കുന്നുണ്ട്. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കുള്ള അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ 200 രൂപ അടച്ചാൽ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അവിടെ പോകുന്നവർ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് തരും. ഒപ്പം തന്നെ ഭക്ഷണവും വെള്ളവും കയ്യിൽ കരുതണമെന്നും അതിൻ്റെ അവശിഷ്ടങ്ങളോ പ്ലാസ്റ്റിക്കോ ഒന്നും അവിടെ ഉപേക്ഷിക്കാതെ മടക്കി കൊണ്ടുവരണമെന്നും പ്രത്യേകം നിർദ്ദേശിക്കും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നും ഉണ്ടാവില്ല. സംരക്ഷിത വനമാണ്. 4 കിലോമീറ്റർ കയറ്റമാണെന്നും അത് കഴിഞ്ഞാൽ നിരപ്പായ പ്രദേശമാണെന്നും അവർ നമുക്ക് പറഞ്ഞു തരും. മഞ്ഞും വേനലും ഒഴിഞ്ഞ് വസന്തം വരുന്നതിൻ്റെ മുന്നോടിയായി വർണ്ണപ്പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച ഹരിതകമ്പളം വാരിപ്പുതച്ച ഹിമാലയത്തിൻ്റെ മനോഹരമായ കാഴ്ച അവിടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അത്യാവശ്യം നടന്നു കയറാൻ തയ്യാറുള്ള വിനോദസഞ്ചാരികൾക്ക് ഒരു സവിശേഷ ദൃശ്യവിരുന്നാണ് ഈ താഴ്വര. 1937 പര്യവേക്ഷകനും സസ്യശാസ്ത്രജ്ഞനുമായ ഫ്രാങ്ക് എസ് സ്മിത്താണ് പുഷ്പങ്ങളുടെ ഈ താഴ്വര ലോകത്തിന് പരിചയപ്പെടുത്തിയത്. നവംബർ മുതൽ മെയ് വരെ താഴ്വരയിൽ മഞ്ഞു മൂടിയിരിക്കും. എന്നാൽ ജൂണിൽ മഴ എത്തുന്നതോടെ ആ താഴ്വര പുഷ്പിണിയാകും. ഏകദേശം 300 ഇനം കാട്ടുപൂക്കളാണ് ഇവിടെ പ്രകൃതിദത്തമായി വിരിയുന്നത്. താഴ്വര 3 മാസത്തോളം പൂത്തു നിൽക്കും. എന്നാൽ ഓരോ ദിവസങ്ങളിലും പൂക്കളുടെ ഘടന മാറിക്കൊണ്ടിരിക്കും. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂലൈ അവസാനം മുതൽ സെപ്റ്റംബർ വരെയാണ്. നിരവധി പാലങ്ങളും നീർച്ചോലകളും കടന്ന് വാലി ഓഫ് ഫ്ലവേഴ്സിലെത്തിയാൽ പിന്നെ അവിടെ വിശാലമായ സമതലമാണ്. വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ തുടക്കത്തിൽ നിന്ന് വീണ്ടും എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നടന്ന് കാണാനുണ്ട്. അവിടെ ഒരു 2-3 കിലോമീറ്ററെങ്കിലും മിനിമം കൂടുതൽ സഞ്ചരിക്കാതെ മടങ്ങിയാൽ കാഴ്ചകൾ പൂർത്തിയാവുകയില്ല. കൂടുതൽ പോകുന്തോറും പുതിയ കാഴ്ചകൾ ലഭിക്കും. അവിടെ പോകാൻ ഗൈഡുകളുടെ ആവശ്യമില്ലെങ്കിലും അവരുടെ സഹായമില്ലാതെ പോകുന്നവർ ഒറ്റപ്പെട്ട് അധികം സഞ്ചരിക്കുന്നത് ആശാസ്യമല്ല. കരടിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. വഴി തെറ്റിപ്പോകാനും ഇടയുണ്ട്. വൈകുന്നേരം തിരികെ എല്ലാവരും മടങ്ങിയെത്തിയോ എന്ന് ഫോറസ്റ്റുകാർ ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആരോഗ്യമുള്ളപ്പോൾ മാത്രം ചെന്നെത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ പൂക്കളുടെ താഴ്വര. അതുകൊണ്ട് നിത്യവും കുറച്ചെങ്കിലും നടക്കുന്ന ഏത് പ്രായക്കാർക്കും അവിടെ എത്തിച്ചേരാൻ കഴിയും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ട് ആസ്വദിക്കേണ്ട അതിമനോഹരമായ വർണ്ണവിന്യാസമാണ് പ്രകൃതി നമുക്കായി അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. നന്ദി.